എല്ലാവരും പറയുന്നു എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ലെന്ന്. ചേട്ടന്മാരെ എന്നെ ഒന്ന് സുന്ദരനാക്കി തരാമോ? മോനിപ്പോഴും സുന്ദരനാണല്ലോ. ഹിഹി. ആണോ? എന്റെ അമ്മ മാത്രമേ ഇതിനു മുമ്പ് ഈ സത്യം പറഞ്ഞിട്ടുള്ളൂ. എന്നാലും എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്തു തരണം, എല്ലാവരും ഒന്ന് കാണട്ടെ. ഹിഹി. ശരി, ഇവനൊരു തിരുമണ്ടനാവാ. ഒരു കളി കളിക്കാം. ആദ്യം കണ്ണൊക്കെ ഒന്ന് എഴുതാം. ഇവിടെ ഒരു പൂവിരിക്കട്ടെ. ഇനി വയറ്റത്ത് കുറെ പടം വരയ്ക്കാം. നല്ല ചേലായിരിക്കും. ഹായ്, വരച്ചു തീർന്നു. വലിയ ഉപകാരം. എന്നാ ഞാൻ പോട്ടെ. ചേട്ടന്മാരെ കണ്ടത് എന്റെ ഭാഗ്യമാ. ഞാനൊരു മണ്ടൻ, എന്നെ ഇടിക്കാമോ? ഹിഹിഹി. ഹാവു, ഒരുത്തനെ പഠിച്ചപ്പോ എന്തൊരാശ്വാസം. എന്തിനാ ഇവൻ എന്നെ ഇടിച്ചത്? ദേ പിന്നെയും. എടാ, ഇതെന്ത് കളി? ഒളിക്കാം, ഇനി ഇടികൊള്ളാൻ വയ്യ. ദാ അവൻ വരുന്നുണ്ട്. പടം വരച്ചത് ചേട്ടനാണെന്ന് എല്ലാവരോടും പറഞ്ഞു മടുത്തു. അവസാനം എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചേട്ടന്റെ പേരെഴുതി വെച്ചു. ശരി, ഒരു ആനവാൽ എവിടുന്ന് കിട്ടും? ഒരു മരുന്നുണ്ടാക്കാനാ. നല്ല ശക്തി കിട്ടുന്ന മരുന്നാ. ഒറ്റ വഴിയേ ഉള്ളൂ. പറ്റിയ ഒരു പാർട്ടി ഉണ്ട്. ഞാൻ ദാ വരുന്നു. ഇവനാ പുള്ളി. ഇവനും കൂട്ടുകാരും കൂടി എന്ത് കുന്ത്രാണ്ടവും സംഘടിപ്പിച്ചോളും. നീ പോയാൽ ആനവാല് കിട്ടുമോടോ? ഒന്നൊന്നുമല്ല, വേണമെങ്കിൽ 1000 ആനവാല് കൊണ്ടുവരാം. 1000 ഒന്നും വേണ്ട. മിടുക്കനാ. ദാ വരുന്നു. സോറി, ആനകൾ സമ്മതിക്കുന്നില്ല. താനല്ലേ പറഞ്ഞത് ഇവനൊരു മിടുക്കനാണെന്ന്? ആനയെ സമ്മതിപ്പിക്കാം. ആദ്യം നീ പോയൊരു കരുക്കിട്ടോണ്ട് വാ. വല്ലാത്ത ദാഹം. ഒന്നോ 1000 കരുക്ക് ഇപ്പൊ കൊണ്ടുവരാം. എവിടെയാടാ കരുക്ക്? സോറി, തെങ്ങിൽ പിടിച്ചു കയറാൻ പറ്റുന്നില്ല. എവിടുന്ന് കിട്ടിയാടോ ഇങ്ങനെ ഒരുത്തനെ? എന്നെ നീ നാണം കെടുത്തി അടങ്ങുമല്ലേ? സോറി, 1000 സോറി. എന്തോന്ന് സോറി? വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആനവാല് കിട്ടാതെ മരുന്നുണ്ടാക്കാൻ പറ്റില്ല. ആ മരുന്ന് കഴിച്ചാൽ കടിയ സിംഹത്തെ പോലും തോൽപ്പിക്കാൻ പറ്റിയനെ. അത്രേ ഉള്ളോ? ഒന്നല്ല, ഒരു 1000 കടിയ സിംഹത്തെ തോൽപ്പിക്കാൻ ഞങ്ങൾ മതി. മിണ്ടി പോകരുത്. ഓടടാ അവന്റെ ഒരു പുഴു. സിംഹം പോയിട്ട് സിംഹത്തിന്റെ ഒരു രോമം പറിക്കാൻ നിനക്ക് പറ്റുമോ? ആരാ ഓടി വരുന്നത്? അതവനാ. ഒന്നല്ല, ഒരു 1000 രോമം പറിച്ചു. നിങ്ങൾ കാണുന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി മൂപ്പരെ നിങ്ങൾ തന്നെ ഒന്ന് സമാധാനിപ്പിച്ചു വിട. തണുപ്പുകാലം തുടങ്ങി. മനുഷ്യർക്കാണെങ്കിൽ കുപ്പായം എന്നൊരു കുന്ത്രാണ്ടമുണ്ട്. താനത് കണ്ടോ? മൃഗങ്ങൾക്കും ഉടുപ്പ് താല്പര്യമുള്ളവർ വരൂ. കുപ്പായ കരടീസ്, കുപ്പായ ഗുഹ. വാ, പോയി നോക്കാം. ഉടുപ്പ് വേണമല്ലേ? അകത്തു വരൂ. കുപ്പായ കരടീസ്, കുപ്പായ ഗുഹ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുപ്പായ കരടീസ്, കുപ്പായ ഗുഹ. ഏത് കുപ്പായം വേണം? എലിക്കുപ്പായം, ഇലക്കുപ്പായം, പുലിക്കുപ്പായം, തോൽക്കുപ്പായം? പറഞ്ഞാട്ടെ. ദാ ഈ ചേട്ടന് ഇലക്കുപ്പായം ചേരും. എടുക്കട്ടെ? ആയിക്കോട്ടെ. കോല, അളവെടുക്ക്. പേടിക്കണ്ട, നീർക്കോലിയാ. വയറ് 85, ഇറക്കം 112. അകത്തേക്ക് ചെന്നാട്ടെ. ഉടുപ്പ് റെഡി. എങ്ങനെയുണ്ട് സൂത്ര? ആഹാ, കലക്കി. കുറുക്കച്ചാർക്ക് ഇലക്കുപ്പായം എടുക്കട്ടെ? ഇല വേണ്ട, വേറെന്തെങ്കിലും. പുലിക്കുപ്പായം, മരക്കുപ്പായം, മണ്ണുകുപ്പായം, മുള്ളുകുപ്പായം, ചെടിയുടുപ്പ്, പൊടിയുടുപ്പ്, കല്ലുടുപ്പ്, ചില്ലുടുപ്പ്. ഈ പറഞ്ഞതൊന്നും വേണ്ട. എന്നാൽ പിന്നെ ഒരു അൾട്രാ മോഡേൺ സാധനമുണ്ട്. ബുദ്ധിയുള്ള ഉടുപ്പാ. നമ്മളെ ഉടുപ്പ് ഇടണ്ട, അഴിക്കുകയും വേണ്ട. എല്ലാ ഉടുപ്പ് തന്നെ താൻ ചെയ്തോളും. അത് കൊള്ളാമല്ലോ. ഇന്ന് തന്നെ കേറും, നാളെ തനിയെ ഊരും. അത് മതി, അത് മതി. പിന്നെ വേണ്ടാന്ന് പറയരുത്. എന്നാൽ വാടോ. വിടാൻ പറ്റൂല. ഇന്ന് മുഴുവൻ എനിക്ക് ഡ്യൂട്ടി. നാളെ ചേട്ടൻ വരും. താനാരാ? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഇതേതാ സ്ഥലം? ഓ, പുതിയ ആളാണല്ലോ. ഇതാണ് സ്വർഗം. ചത്തുപോകുന്നവരൊക്കെ എത്തുന്ന സ്ഥലമാ. ശരിയായിരിക്കും. ഞാൻ ചത്തിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. താനെങ്ങനെയാ ചത്തത്? സൂത്രൻ എന്നൊരു സൂത്രക്കാരൻ കുറുക്കനുണ്ട്. മൂപ്പരുടെ കെണിയിൽ ഞാനും അനിയനും പെട്ടുപോയി. സൂത്രനോ? സൂത്രനെ അറിയാമോ? അറിയുമോന്ന്? സൂത്രന്റെ അപ്പൂപ്പനാണോ ഞാൻ? അയ്യോ, സൂത്രന്റെ അപ്പൂപ്പനോ? ചതിച്ചോ? എന്നെ കൊല്ലല്ലേ. താനെന്തിനാ പേടിക്കുന്നത്? താനും ചത്തു, ഞാനും ചത്തു. ചത്ത മോളിനെ പിന്നെയും കൊല്ലാൻ പറ്റുമോ? എനിക്ക് എന്റെ കൊച്ചുമോന്റെ കഥകൾ കേൾക്കണം. പറ, വിശദമായിട്ട് പറ. സൂത്രൻ നാളെ ജഗതില്ലയല്ലേ? പണ്ട സൂത്രനൊരു ആനയെ. സൂത്രനൊരു മിടുക്കം തന്നെ. അയ്യോ, എന്താ? എന്ത് പറ്റി? ഒരു കടുവച്ചാര ഓടി വരുന്നുണ്ട്. മൂപ്പർ ഇവിടുത്തെ ഗുണ്ടയാ. ഞാനുമായിട്ട് വഴക്ക. എന്തിനാ പേടിച്ചോടുന്നത്? നമ്മൾ രണ്ടും ചത്തതല്ലേ? ശരിയാ, മൂപ്പർക്ക് നമ്മളെ കൊല്ലാൻ പറ്റില്ല. പക്ഷെ കടിക്കാനും മാന്താനും പറ്റുമടോ. ചേട്ടാ, അനിയ
സൂത്രനെയും ശേരുവിനെയും പോലെ നമുക്കും കൂട്ടുകാരാവാം. രണ്ടുപേരെ കൂട്ടുകാരാക്കിയപ്പോൾ മനസ്സിൽ എന്തൊരു ആശ്വാസം. അതെ അതെ, അവന്മാരുടെ വരവത്ര ശരിയില്ലല്ലോ ചേട്ടാ. സൂത്രന്റെയും ശേരുവിന്റെയും ഹോബി മുയലുപിടുത്തമല്ലേ, ഞങ്ങളും അത് തുടങ്ങി. എന്തായി, വല്ലതും കിട്ടിയോ? ദാ ഇവനെ കിട്ടി. തവളയോ? മുയലിനെ പിടിക്കാൻ ഓടുമ്പോൾ ഇവൻ ഇടയ്ക്ക് ചാടി സൂത്ര. ഭാഗ്യത്തിന് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ചവിട്ടുകൊണ്ടേനെ. പാവം, ഇവന്റെ കാലിനൊരു മുറിവുണ്ട്, അതുകൊണ്ട് സ്പീഡിൽ ചാടാൻ പറ്റില്ല. മൂങ്ങാവൈദ്യരെ കൊണ്ട് മുറിവിന് മരുന്ന് വാങ്ങണം. ഇനി ഇവനൊരു പരിക്ക് പോലും പറ്റാതെ ഞാൻ നോക്കും. തവളമോനെ, ഇവിടെ ഇരിക്കെ, അപ്പുറത്ത് ഉറുമ്പ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോ, വെയിൽ കൊള്ളില്ല. എന്നിട്ടാ വൈദ്യരെ കാണാൻ പോവാൻ കേട്ടോ. പൊരിച്ചു തിന്നുന്നവനെ ചികിത്സിക്കാൻ പോകുന്നു. ഇങ്ങ് താടോ അവനെ. ഇല്ല, ഞാൻ തരില്ല. തന്നില്ലെങ്കിൽ ഞാൻ തട്ടിപ്പറിക്കും. ഞാൻ തിരിച്ചു തട്ടിപ്പറിക്കും. താൻ ഉറങ്ങുമ്പോൾ ഞാൻ ഇവനെ എടുത്ത് ചൂടും. എങ്കിൽ ഞാൻ ഒന്നും ഉറങ്ങുന്നില്ല. തവളയെ വളർത്തുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞാൽ തന്നെ ഞാൻ നാണം കെടുത്തു. കെട്ടുപോയാൽ പിന്നെയും പിന്നെയും കത്തിക്കും. കടിയനോട് പറഞ്ഞാൽ തന്നെ ഞാൻ തല്ലിക്കും. തവളമോന് വേണ്ടി ഞാൻ ആ തല്ല് കൊള്ളും. എടോ, തനിക്ക് അവനോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. താനിവനെ വളർത്തുകയോ തളർത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഹാവൂ സൂത്ര, എനിക്ക് സന്തോഷമായടോ. എനിക്ക് തുള്ളി ചാടാൻ തോന്നുന്നു. നാല് കാലും തട്ടലും ഒടിഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? തുള്ളി ചാടിയതാ, തവളമോൻ താഴെ ഉണ്ടെന്ന് ഓർത്തില്ല. എങ്ങോട്ടാ വൈദ്യരെ? സ്വന്തം വാല് കടിച്ചു മുറിച്ച ഒരു പട്ടിയെ ചികിത്സിക്കാൻ നാട്ടിൽ പോകുന്നു. ഏതോ മനുഷ്യനെ കടിക്കാൻ പോകുന്നതിന് മുമ്പ് പല്ലിന്റെ മൂർച്ച നോക്കിയതാണത്രേ. വൈദ്യർ ഇങ്ങനെ നാട്ടിൽ പോയാൽ എന്ത് ചെയ്യും? ചികിത്സിക്കും, അല്ലാതെ എന്ത് ചെയ്യാൻ? അതല്ല, ഇടയ്ക്കിടയ്ക്ക് വൈദ്യരിങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാ ചോദിച്ചത്. വൈദ്യരില്ലാത്ത നേരത്തെ നമുക്ക് എന്തെങ്കിലും അപകടം വന്നാലോ? അയ്യോ, കാട്ടിലാകെ ഒരു വൈദ്യരേ ഉള്ളൂ, അതാ പ്രശ്നം. ചികിത്സിക്കാൻ വേറെ ആളെ കൂടി കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു. മരുന്നിനെ പറ്റിയൊക്കെ നല്ല വിവരമുള്ള ആള് വേണം. നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. പുത്ര, ആളെ കിട്ടി. താൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ വേറൊരു വൈദ്യന്റെ കാര്യം? ഒരാളെ കിട്ടി. ഇത്ര പെട്ടെന്നോ? ജലദോഷക്കൊന്ന് ഇടിഞ്ഞു വീണു, അങ്ങേരെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരെലിയ. മരുന്നിനെ പറ്റിയൊക്കെ നല്ല വിവരമാ. പരിക്ക് പറ്റിയവർക്കുള്ള മരുന്നൊക്കെ മൂപ്പരെ പുല്ലുപോലെ പറഞ്ഞു കൊടുക്കുന്നു. താനങ്ങോട്ട് ചെല്ല്, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് വരാം. കല്ല് വീണ് കാല് ചെല്ലുന്നവർക്ക് പുരട്ടാൻ അത്തിപ്പഴം ആമത്തോട് ഉരച്ചത് തയ്യാറാക്കണം. കല്ല് മാറ്റി ഇവരെ പുറത്തെടുക്കുമ്പോഴേക്കും മരുന്ന് റെഡിയാകണം. കഴുത്തുളിക്കിയവരുണ്ട്, അവർക്ക് കഴുത്തിൽ പുരട്ടാൻ കഴുതപ്പുറത്ത് ഉരച്ച കാട്ടുവള്ളി വേണം. താഴെ പോയി വന്നിട്ട് ബാക്കി മരുന്നുകൾ പറയാം. ഇങ്ങേര് കൊള്ളാമല്ലോ. ഞങ്ങൾ കല്ല് മാറ്റാം, താൻ പോയി ഈ പറഞ്ഞ മരുന്നൊക്കെ കൊണ്ടുവാ. ശരു, ഇതുവരെ കൊടുത്ത മരുന്നെല്ലാം ഫലിച്ചു. ഇങ്ങേരെ തന്നെ വൈദ്യനാക്കാം. കുറെ രോഗികൾ എന്റെ കൂടെ വന്നിട്ടുണ്ട് പുതിയ വൈദ്യരെ കാണാൻ. ഞാൻ വൈദ്യനാകാനോ? എനിക്കൊന്നും പറ്റില്ല. അങ്ങനെ പറയരുത്, ഇവിടെ ഒരു വൈദ്യർ കൂടി വേണം. ഷെടാ, പറ്റാത്ത കാര്യം ഞാനെങ്ങനെ ചെയ്യാനാ? പറ്റാത്ത കാര്യമോ? പിന്നെ താഴെ പോയി നോക്കി മരുന്നൊക്കെ പറഞ്ഞതോ? മരുന്ന് റെഡിയാക്കാൻ പറഞ്ഞു തന്നത് മൂങ്ങാവൈദ്യരാ. വൈദ്യരും ഇതിന്റെ അടിയിൽ പെട്ട് കിടക്കുന്നുണ്ട്.